തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന് ഇന്ന് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. ആദ്യമായിട്ട് കേരളത്തിൽ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ഇന്ന് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുവരെ ഏതാണ്ട് 10 ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ ആദ്യമായിട്ട് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ഇന്നിപ്പോൾ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ ഹൃദയമാണ് ഇവിടെ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞ് 2 മാസമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 13 വയസ്സുള്ള തൃശ്ശൂരുകാരി 12 വയസ്സുകാരിക്ക് നൽകുന്നത്. ആ ശസ്ത്രക്രിയ ഇവിടെ ശ്രീചിത്രയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ സൗമ്യയുടെ നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. രാവിലെ അല്പസമയം മുമ്പ് ഇവിടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മിന്നൽ വേഗത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ച യുവതിയുടെ ഹൃദയവുമായിട്ട് ആംബുലൻസ് ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. ഇവിടേക്ക് എത്തിയ ഉടൻ തന്നെ ഇവിടുത്തെ ശസ്ത്രക്രിയ ഡോക്ടർ സൗമ്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡാലയുടെ അവയവങ്ങൾ പല ആളുകൾക്കായിട്ട് ദാനം ചെയ്യുന്നുണ്ട്. മൃതസഞ്ജീവനി പദ്ധതിയിലൂടെയാണ് ഈ അവയവം ദാനം ചെയ്യുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ്. കിഡ്നിയും ലിവറും അടക്കമുള്ള അവയവങ്ങൾ ദാനം ചെയ്യുന്നുണ്ട്. അതിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഹൃദയം ദാനം ചെയ്യുന്നത് ഇപ്പോൾ ശ്രീചിത്രയിൽ കഴിഞ്ഞ 2 മാസമായി ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുള്ള അനുഷ്ക എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഈ ഹൃദയവുമായിട്ട് മിന്നൽ വേഗത്തിൽ ഇവിടേക്ക് വന്ന ഈ ആംബുലൻസ് ഡ്രൈവർമാരാണ്. വളരെ ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. വലിയ ബ്ലോക്ക് അവിടുന്ന് എങ്ങനെയായിരുന്നു എൻ്റെ അനുഭവം? എങ്ങനെയായിരുന്നു? അവിടുന്ന് ഇറങ്ങിയപ്പോഴേ അവിടെ ബ്ലോക്കായി. പക്ഷേ പോലീസ് അതെല്ലാം ക്ലിയർ ചെയ്ത് വിട്ടു തന്നു. ഫ്രണ്ടിൽ നിന്ന് പോലീസ് പൈലറ്റ് വാഹനമുണ്ടായിരുന്നു. അവർ ബ്ലോക്ക് വഴിനടുത്തെല്ലാം കൈ കാണിച്ച് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നു. സിഗ്നലൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾക്ക് വരാനുള്ള വഴി അവർ ഒരുക്കി തന്നു. ഈ ആംബുലൻസ് ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വേഗത്തിൽ പോകുന്ന ആളുകളാണ്. എപ്പോഴും മിന്നൽ വേഗത്തിൽ പോകേണ്ട ആളുകൾ തന്നെയാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? കാരണം ഹൃദയവുമായിട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഇല്ല. ആദ്യമായിട്ടാണ് ഈ ഹൃദയവുമായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ പോലീസുകാർ ഒരു 8 മണി ടൈം തന്നെ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് മെയിനായിട്ട് നമുക്ക് ഇത്ര ഫാസ്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്തത്. കാരണം വഴിയിലൊക്കെ തിരക്കുള്ള ഭാഗത്തൊക്കെ പോലീസുകാരൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വഴി ക്ലിയർ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശ്രീചിത്ര വരെ അധികം ദൂരമില്ല, പക്ഷെ വലിയ ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ്. ആ ബ്ലോക്കിൽ നിന്ന് എത്ര നേരം കൊണ്ട് നിങ്ങൾ എത്തി? ഇവിടെ 2 മിനിറ്റ് അതിനകത്ത് നമ്മൾ എത്തി. ഇവിടെ നമ്മൾ ചവിട്ടി വിട്ടാണ് വന്നത്. എന്തായാലും നിങ്ങളുടെ ഒരു പ്രവൃത്തിയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ശ്രീചിത്രയിലെ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് വലിയ അഭിനന്ദനം അറിയിക്കുന്നത്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു. ഇപ്പോൾ ആ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4 മണിക്കൂറിന് ശേഷം 4 മണിക്കൂറെങ്കിലും സമയമെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കേരളത്തിന് അഭിമാനിക്കാവുന്ന വലിയൊരു നേട്ടമായിട്ട് തന്നെ ഇതിനെ കാണണം. പ്രത്യേകിച്ച് മൃതസഞ്ജീവനി പദ്ധതിയിൽ നിന്നൊക്കെ അവയവദാനം ചെയ്യുന്ന കാര്യമൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലേക്കാണ് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ഡാലയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആ കുടുംബം സന്നദ്ധമായത്. അതിന് പ്രകാരം ഇപ്പോൾ ഹൃദയം, കിഡ്നി, ലിവർ അടക്കമുള്ള അവയവങ്ങൾ ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയ തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള 12 വയസ്സുകാരി കുട്ടിക്ക് ഇപ്പോൾ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് ആ കുട്ടി ശ്രീചിത്രയിൽ ചികിത്സയിലായിരുന്നു. ആ ഹൃദയത്തിൻ്റെ പമ്പിംഗ് കുറയുന്ന അസുഖമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ ചികിത്സ നടത്തി വരികയായിരുന്നു. എന്തായാലും ആ കുടുംബത്തിലേക്ക് പ്രതികരണം കുറച്ചുകൂടി കഴിയുമ്പോൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം ശ്രീചിത്രയിൽ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്.